ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് الذين لا يسترقون ولا الذين لا يتطيرون ولا يسترقون ولا يكتوون وعلى ربهم يتوكلون أو كما قال صلى الله عليه وسلم റുഖിയ ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്തവർ, റുഖിയ ചെയ്യൽ സുന്നത്താണ്, കൂലിയുള്ള കാര്യമാണ്. പക്ഷേ അല്ലാഹുവിൽ അത്രമേൽ തവക്കലുണ്ടായിട്ട് അത്രമേൽ തവക്കുലോടുകൂടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾ അവർക്ക് നാളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയേ ഉദ്ഉല്ലാഹ അൻ യജഅലനീ മിൻഹും, ഞാൻ അതിൽ പെടാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അൻത മിൻഹും, നിങ്ങൾ അവരിൽ പെട്ടവരാണ്. അപ്പൊ അടുത്ത സ്വഹാബി, എനിക്കും വേണം നബിയേ ആ ഒരു മഹത്വം. തങ്ങൾ പറഞ്ഞു സബഖക ബിഹാ ഉകാശ, അത് ഉകാശ കൊണ്ടുപോയി എന്ന് നബി തങ്ങൾ പറഞ്ഞു. 70,000 ആളുകളുണ്ടെന്നാണ്. 70,000 ആളിൽ ഒരാൾ സുഹാബിയായ ഉകാശ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അത് സമ്മതിച്ചു കൊടുത്തു. ഉകാശ, നിങ്ങൾ ഗ്രീൻ ചാനലിലൂടെയാണ് പോകുന്നത്, നിങ്ങൾക്ക് നാളെ ഹിസാബില്ല, നേരെ സ്വർഗത്തിലേക്കാണ്. അള്ളാന്റെ റസൂൽ എന്തുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് നിനക്കും എന്ന് പറഞ്ഞില്ല എന്നതിന് മഹാന്മാർ, ഹദീസിനെ വിവരിക്കുന്ന മഹാന്മാർ ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല? അവിടെ ആകെ 19 ആളല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 100 ആള്, അല്ലെങ്കിൽ തങ്ങളുടെ പള്ളിയിലെ 1000 ആള്. 70,000 അല്ലേ? 70,000 ഉണ്ടാവുമ്പോ തങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നോ? അള്ളാഹുവിന്റെ ഹബീബ് അത് ചെയ്യാതിരിക്കാനുള്ള ഹിക്മത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ തന്നെ 100,000 മീതയുണ്ട്. ഹജ്ജിന് നബി തങ്ങളുടെ കൂടെ വന്നവരെത്രയാ? 1,23,000 അല റഈൻ മിൻ ഉലമ, പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെയാണ്. 1,23,000, ചിലപ്പോൾ 24,000 എന്നും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അംബിയ മുർസലീങ്ങളുടെ എണ്ണമാണത്, നബിയുടെ സ്വഹാബിമാരുടെ എണ്ണം. ഹജ്ജിന് വന്നവര് വരാത്തവരെത്രയാണ്? ഈ 70,000 അല അഹദി റസൂലില്ല, റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് 70,000 അങ്ങോട്ട് ഫിനിഷായാൽ വരുന്ന താബിഈങ്ങൾക്ക് നിരാശ വരും. റബ്ബേ, ഞങ്ങൾക്കത് കിട്ടിയില്ലല്ലോ. താബിഈങ്ങൾക്ക് പിന്നെ ആഗ്രഹിക്കാൻ പറ്റൂല. പടച്ചോനെ, അതൊക്കെ സ്വഹാബികൾ കൊണ്ടുപോയില്ല, ആ 70,000 കോട്ട പൂർത്തിയായി കഴിഞ്ഞു, അത് പോയി കഴിഞ്ഞു എന്നവർ വിചാരിച്ചേക്കും. പിൻഗാമികളായ ഇഖ്വാനുകൾ, ഹബീബിന്റെ തങ്ങൾ ആഗ്രഹിച്ച നബിയെ കാണാതെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്ക് നിരാശ വരൂലേ? ആ ഒരു ഹിസാബില്ലാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, അത് സ്വഹാബികളെല്ലാവരും വാരിയെടുത്ത് കൊണ്ടുപോയില്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ഉമ്മത്തിന് പ്രതീക്ഷ നൽകാൻ വേണ്ടി ബാക്കി വെച്ചതാണത്രേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞു, 70,000 ഓരോ 1000 കൂടെയും 70,000 വേറെയുണ്ട്. 70,000 ഓരോ 1000 കൂടെയും 70,000. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 70,000 ഏറെയും ഇതിൻ്റെ കൂടെയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തിനു പറഞ്ഞെന്നറിയോ? സ്വഹാബിമാർ മാത്രം അങ്ങ് സ്വർഗത്തിലേക്ക് പോയല്ലേ, ഞങ്ങൾക്കതിന് പറ്റിയില്ലല്ലോ, ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് പിൻഗാമികൾക്ക് തോന്നരുത്. പ്രതീക്ഷ നൽകുക റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.